നല്ല കറുമുറാന്നിരിക്കുന്ന ടേസ്റ്റി മുട്ട ബജിയാണ് ഇന്നുണ്ടാക്കുന്നത്. ചൂട് ചായക്കൊപ്പം വൈകുന്നേരമൊക്കെ ഈ എരിവുള്ള മുട്ട ബജി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ല എരിവോട് കൂടിയിട്ടുള്ള മുട്ട ബജിയും കഴിച്ച് ചൂട് ചായ കുടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി നല്ല കറുമുറാന്നിരിക്കുന്ന മുട്ട ബജി ഉണ്ടാക്കുന്നതെന്ന്. ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 മുട്ടയുടെ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ മുട്ടയും 3 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല വലിയ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട 2 എണ്ണം മാത്രമായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ 3 എണ്ണമായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ വേണ്ടത് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 3 ടേബിൾ സ്പൂൺ വരെ മല്ലിയില കട്ട് ചെയ്തത്, കുറച്ച് പച്ചമുളക് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരല്പം കറിവേപ്പില. ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്. അപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. പിന്നെ ചേർക്കുന്നത് ഒനിയൻ പൗഡറാണ്. ഒനിയൻ പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഓപ്ഷനിലാണ്. ഇനി നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് മൈദയാണ്. പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മൈദക്ക് പകരം വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പുട്ടുപൊടിക്ക് പകരം പത്തിരിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരുപാടൊന്നും ചേർക്കണ്ട. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പാകത്തിലൊന്നും ആയി കിട്ടുന്ന രീതിയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാൻ പാകത്തിൽ മാത്രം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബജി ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിലൊരൽപ്പം എണ്ണ തടവിയതിന് ശേഷം ചെറിയൊരു ഉരുള മാവ് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് ഉപയോഗിച്ചിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. മുട്ട മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുക. കാരണം മുട്ട എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന മാവ് തികയാതെ വരികയാണെങ്കിൽ ഒരല്പം കൂടി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മാവ് വെച്ചിട്ട് മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ബജിയുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ബജിയും ഇട്ട് കൊടുക്കാം. ഒരേ സമയം ഒരുപാട് എണ്ണ ഇടണ്ട, അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ ഒരു 2-3 എണ്ണം മാത്രം ഇടാം. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒരുമിച്ചിടാം. ഇതിപ്പോൾ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് 3 എണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ ഉൾഭാഗം വേവാതെയായി പോകും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജി കിട്ടും. അതേപോലെ വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്യരുത്, അപ്പോഴും നന്നാവില്ല, എണ്ണയൊക്കെ കുടിച്ച് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കറുമുറാന്നായിട്ട് വരണം. ഇപ്പം നമ്മുടെ മുട്ട ബജി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിച്ചിരിക്കുക, അപ്പോൾ എണ്ണയൊക്കെ അങ്ങ് താഴേക്ക് പോയിക്കോളും. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് മുഴുവൻ മുട്ട ബജിയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഹോട്ട് ആൻഡ് സ്പൈസി മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഈ പുറംഭാഗം കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ടയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയാനേ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലോണം മുട്ട വേണമെന്നുള്ളവർ ഒരു മുട്ട 2 എണ്ണം മാത്രമേ ആക്കാവൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എന്തായാലും ഇത് ഇഷ്ടമാവും.
പിന്നെ ഇത് അറിയുന്ന കുറേ പേരുണ്ടാവും, അത് അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്